പാറാവിലെ കമ്പ്യൂട്ടറിൽ നിന്നും ഗൂഗിൾ ക്രോം തുറക്കുക. കഴിഞ്ഞാൽ അതിൽ ഒരു ടാബിൽ ഇമെയിലും ഉണ്ടാവും, അടുത്ത ടാബിൽ ഐക്കോസും ഉണ്ടാവും. അപ്പോൾ നമുക്കിനി ക്രൈം ഡ്രൈവ് തുറക്കണം. നിലവിൽ ഈ രണ്ട് വെബ്സൈറ്റുകളും ഇവിടെ നിലനിർത്തിക്കൊണ്ട് വേണം ക്രൈം ഡ്രൈവ് പുതിയൊരു വിൻഡോയിൽ തുറക്കാൻ. ആയതിനു വേണ്ടി ആ പ്ലസ് ചിഹ്നത്തിൽ ഞെക്കുക. അപ്പോൾ തുറന്നു വരുന്ന വിൻഡോയിൽ താഴെയോ അല്ലെങ്കിൽ മേലെ ബുക്ക് മാർക്കിലോ ക്രൈം ഡ്രൈവ് കാണാം. അത് ക്ലിക്ക് ചെയ്യാം. ഇതിൽ പെൻ നമ്പർ അടിക്കുക. 670 ക്ലിക്ക് ചെയ്താൽ മതി. വലത്തെ സൈഡിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പാസ്വേഡ് ഓട്ടോമാറ്റിക് അതിലുണ്ടായി. ഇതിന്റെ ക്യാപ്ച അടിക്കുക. QNA ലോഗിൻ സമയത്ത് ഓതന്റിക്കേഷൻ കോഡ്. ക്രൈം ഡ്രൈവിന്റെ ഓതന്റിക്കേഷൻ 20 സെക്കൻഡ് മാത്രമേ നീണ്ടു നിൽക്കുകയുള്ളൂ. അപ്പം വേറൊരാൾ അല്ലെങ്കിൽ ഫോണിൽ നിന്ന് വിളിച്ചിട്ട് ഇത്ര ചെയ്തിട്ട് ഓതന്റിക്കേഷൻ അടിക്കുക. ഓതന്റിക്കേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ക്രൈം ഡ്രൈവിന്റെ വെബ്സൈറ്റ് തുറന്നു വരുന്നതാണ്. ഇതിന് നമുക്ക് കേസുകൾ റിപ്പോർട്ടായിട്ടുണ്ടെങ്കിൽ അടുത്ത നടപടിയായി ചെയ്യേണ്ടത് ഈ റെക്കോർഡ്സ് എന്നാണ്. ഹോമിൽ കാണുന്ന റെക്കോർഡ്സ് എടുക്കുക. റെക്കോർഡ്സ് എടുത്തതിന് ശേഷം തൊട്ട് താഴെ കാണുന്ന ക്രൈം റെക്കോർഡ്സ് എടുക്കുക. ക്രൈം റെക്കോർഡ്സ് എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ലേഔട്ട് വിൻഡോ ഇങ്ങനെ വരും. അപ്പോൾ പുതിയൊരു കേസ് അവസാനം ക്രൈം ഡ്രൈവിൽ എൻ്റർ ചെയ്ത കേസ് നോക്കുക. അതിന്റെ ക്രൈം ഡ്രൈവ് കാണിക്കും. ഈ 568 ശേഷം 569 ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്തതായിട്ട് ന്യൂ എന്ന ബട്ടൺ, ഈ ന്യൂവിൽ ക്ലിക്ക് ചെയ്തതിന് സമയത്ത് അടുത്തത് ഇങ്ങനെ ഒരു വിൻഡോയിലേക്ക് വരും. ഈ വിൻഡോയിൽ ആവശ്യമായ കോളങ്ങളിൽ ഡാറ്റ ഫില്ല് ചെയ്യുക. ക്രൈം ഡ്രൈവിൽ ന്യൂ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ആ പുതിയ നമ്പർ അത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. നമ്മൾ എഡിറ്റ് ചെയ്യാൻ നിൽക്കരുത്. പിന്നെ അടുത്ത നടപടി എന്ന് വെച്ചാൽ FIR ഐക്കോപ്സിൽ നിന്നും ഡൗൺലോഡ് ചെയ്യണം. അതിന് ഐക്കോപ്സ് എടുക്കുക. വീണ്ടും സെർച്ച് FIR പോവുക. സെർച്ച് FIR പോയി കഴിഞ്ഞാൽ ഇങ്ങനെ വരും. അപ്പോൾ റൈറ്റ് കാണുന്ന ഈ ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഇതിന്റെ FIR ഡൗൺലോഡ് ചെയ്തെടുക്കുക. FIR ഡൗൺലോഡ് ചെയ്തതിനു ശേഷം വിൻഡോസ് ക്ലോസ് ചെയ്യുക. വിൻഡോസ് ക്ലോസ് ചെയ്തതിനു ശേഷം വീണ്ടും ക്രൈം ഡ്രൈവിൽ വരിക. അപ്പോൾ ഇത്രത്തോളം കോളങ്ങൾ ഈ മാൻഡേറ്ററി, ഈ സ്റ്റാർ ഇട്ട് കാണിക്കുന്നത് മാൻഡേറ്ററി കോളങ്ങളാണ്. ഇത്രയും ഡാറ്റാസ് നമ്മൾ FIR നോക്കിയിട്ട് ചെയ്യേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് ഡൗൺലോഡ് പോവുക. ഡൗൺലോഡ് പോയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡിലെ FIR ഒരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തുറന്നു വരുന്നതാണ്. അപ്പോൾ അതും പുതിയൊരു വിൻഡോയിലാണ് തുറക്കുക. അപ്പോൾ ആ വിൻഡോയിൽ നിന്നും അതിന്റെ സെക്ഷൻ കോപ്പി എടുക്കുക. സെക്ഷൻ മാത്രം കോപ്പി ചെയ്യുക, അല്ലെങ്കിൽ എൻ്റർ ചെയ്യുകയോ ചെയ്യാം. വീണ്ടും ക്രൈം ഡ്രൈവിൽ വരിക. സെക്ഷൻ ഓഫ് ലോ BNS ഇങ്ങനെ എൻ്റർ ചെയ്യുക. ബാക്കി എല്ലാ കോളങ്ങളും എൻ്റർ ചെയ്യുക. താഴെ 07 മണിയാണെങ്കിൽ അത് എടുക്കണ്ട. 07 ടൈപ്പ് ചെയ്താൽ മതി. 00 ഇങ്ങനെ ടൈപ്പ് ചെയ്യുക. അടുത്ത കോളത്തിൽ ക്ലിക്ക് ചെയ്യുക. ഒക്കറൻസിന്റെ അടുത്ത ഡേറ്റ് തിരഞ്ഞെടുക്കുക. അടുത്ത 1 മിനിറ്റ് ആയിരിക്കും. 7.0701 പുറത്ത് ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഡേറ്റ് ഓഫ് FIR എടുക്കുക. FIR നോക്കുക. FIR എടുത്തു കഴിഞ്ഞാൽ ഡേറ്റ് ഓഫ് റിപ്പോർട്ട് ഇതാണ് ചേർത്തേണ്ടത്. FIR സബ്മിറ്റ് ചെയ്യുന്ന ഈ ടൈം ഇതാണ് ചേർക്കേണ്ടത്. അടിച്ചായിട്ടോ അല്ല, അങ്ങനെ കിട്ടൂല. വീണ്ടും ക്രൈം ഡ്രൈവിൽ വരിക. ഡേറ്റ് ഓഫ് FIR 1-ാം തീയതി സെലക്ട് ചെയ്ത് കൊടുക്കുക. സമയം വീണ്ടും നോക്കുക. FIR പോയി നോക്കുക. അതിന്റെ സമയം നോക്കുക. 10:43. ആ സമയം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി പ്ലേസ് ഓഫ് ഒക്കറൻസ് ആണ്. പ്ലേസ് ഓഫ് ഒക്കറൻസ് FIR വീണ്ടും എടുക്കുക. പ്ലേസ് ഓഫ് ഒക്കറൻസ് നോക്കുക. കോപ്പി
കരിമ്പാണ്, കോപ്പി എടുത്തോ. ഇതാണ് പ്ലേസ് ഓഫ് ഒക്കറൻസ്. കോപ്പി എടുക്കുക, ക്രൈം ഡ്രൈവിൽ വരിക, എൻ്റർ ചെയ്യുക. ഇനി അടുത്തത് നെയിം ഓഫ് രജിസ്റ്റർ ഓഫീസറാണ്. വീണ്ടും FIRൽ പോകുക. ഇൻവെസ്റ്റിഗേഷൻ. ഇദ്ദേഹമാണ് FIR രജിസ്റ്റർ ചെയ്ത ആള്. ഇത് 14-ാം കോളത്തിൽ, FIR 14-ാം കോളത്തിൽ രജിസ്റ്റർ ചെയ്ത ആള്. അയാളുടെ പേര് അടിക്കുക. GSCPO ക്യാപിറ്റൽ അടി, അങ്ങനെ അടിക്കല്ല. അത് പ്രശ്നമല്ല. കൊടുത്തോളാം. വേണ്ട 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 ആ പേര് എടുത്തത്. രജിസ്റ്റർ ഓഫീസർ ആയിട്ട് സീനിയർ CPO. സെലക്ട് ചെയ്യുക. ടൈപ്പ് ഓഫ് കംപ്ലൈൻറ്റ് കൊടുക്കുക. FIR റിപ്പോർട്ട് അതിലുണ്ടാവും. ടൈപ്പ് ഓഫ് കംപ്ലൈൻറ്റ് FIRന്റെ 1-ാം പേജ് വീണ്ടും എടുക്കുക. FIRന്റെ 1-ാം പേജ് എടുത്തു കഴിഞ്ഞാൽ ടൈപ്പ് ഓഫ് കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞത് FIRന്റെ 4-ാം കോളത്തിൽ കാണാം. ഓറൽ. 4-ാം പേജിൽ ഓറൽ 4-ാം കോളത്തിൽ കാണുന്നത് നോക്കിയാൽ മതി. കോപ്പി എടുക്കണ്ട, അടിച്ചാൽ മതി. വീണ്ടും ക്രൈം ഡ്രൈവ് എടുക്കുക. ടൈപ്പ് ഓഫ് കംപ്ലൈൻറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓറൽ സെലക്ട് ചെയ്യുക. വീണ്ടും അടുത്തത് കംപ്ലൈൻറ്റ് നെയിം ആൻഡ് ഏജ്. കംപ്ലൈൻറ്റിൻ്റെ FIR പോവുക. FIRന്റെ 6-ാം കോളം. 6-ാം കോളത്തിൽ FIRന്റെ 6-ാം കോളത്തിൽ പരാതിക്കാരിയുടെ പേരുണ്ടാവും, തൊട്ട് താഴെ വയസ്സും ഉണ്ടാവും. അത് രണ്ടും എൻ്റർ ചെയ്യുക. കോമട്ട് കോമ TN കോമട്ട് /24. ഇതിനുശേഷം അടുത്ത കോളം കംപ്ലൈൻറ്റിൻ്റെ അഡ്രസ്സാണ്. അത് FIRന്റെ 2-ാം പേജിൽ പോവുക. FIRന്റെ 2-ാം പേജ് പോയി കഴിഞ്ഞാൽ കാണാം, അഡ്രസ്സ് കാണാം. അത് അവിടെ നിന്ന് കോപ്പി എടുക്കുക. റൂറൽ വരിക. കുഴപ്പമില്ല. വീണ്ടും ക്രൈം ഡ്രൈവിൽ വരിക. ക്ലിയർ ആക്കി. അല്ല, അത് ഓർഡർ തെറ്റിച്ചാൽ ഒരു ബാക്ക് സ്പേസ് അടിച്ച് കോളം ഫില്ല് ചെയ്യുക. അടുത്ത ബാക്ക് സ്പേസ് അടിച്ച് കോളം. ഈ രീതിയിലാണ് ചേർക്കേണ്ടത്. ഇനി അതിൻ്റെ നമ്പർ കൂടെ ഉണ്ടാവും. ഈ പരാതിക്കാരിയുടെ ഫോൺ നമ്പർ കൂടെ ഇവിടെ ഉണ്ടാവും. അതും കൂടെ ചേർക്കുക. അതും കൂടെ ചേർത്തതിന് ശേഷം ഇതൊരു 194 BNS അതിനെക്കൊണ്ട് അക്യൂസ്ഡ് പ്രതി ഉണ്ടാവില്ല. പ്രതി ഇല്ലാത്തതിന് അവിടെ 0 അടിക്കുക. നേരത്തെ കാണാം. ഇതിലൊരു വിക്ടിം ഉണ്ടാവും, മരണപ്പെട്ട ആൾ വിക്ടിം. അപ്പോൾ അതിന് ഒരാളാണെങ്കിൽ ഒരാൾ, രണ്ടാളാണെങ്കിൽ രണ്ടാൾ. അത് എൻ്റർ ചെയ്യുക. അടുത്തത് BNSS എന്ന് പറയുന്നത് ജെർസിൻ 2 കോടതിയല്ല, STM ആണ്. അപ്പോൾ S അടിച്ചു കഴിഞ്ഞാൽ STM വടകര കോഴിക്കോട് വേണം. അത് കോഴിക്കോട് സെലക്ട് ചെയ്യുക. ഇനി ഈ കേസിലേക്ക് നമുക്ക് ബ്രീഫാണ് വേണ്ടത്. ബ്രീഫ് വീണ്ടും ഐക്കോപ്സിൽ പോവുക. ഐക്കോപ്സിൽ പോയതിനു ശേഷം ഈ FIR 569/24 FIRൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ FIR കണ്ടന്റ് വരും. ഈ FIR കണ്ടന്റിൽ നിന്നും കേസിന്റെ ബ്രീഫ് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്ത് വീണ്ടും ക്രൈം ഡ്രൈവിൽ വന്ന് അവിടെ പേസ്റ്റ് ചെയ്യുക. ഈ ശേഷം ഇത്തരം വിവരങ്ങൾ കൃത്യമാണോ എന്ന് പരിശോധിച്ചതിന് ശേഷം രജിസ്റ്റർ എന്ന ബട്ടൺ കാണാം. വേണ്ട. അപ്പോൾ രജിസ്റ്റർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കേസ് രജിസ്റ്റർ ആവുന്നതാണ്. രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കേസ് തിരുവമ്പാടി കേസ് 569/24 എന്ന കേസ് രജിസ്റ്ററായി. ഇനി അതിൽ അക്യൂസ്ഡ് ഈ വിവരങ്ങൾ ചോദിച്ചു. അക്യൂസ്ഡ് ഉണ്ടെങ്കിൽ ആ വിവരങ്ങൾ കൊടുക്കുക. ഓൾറെഡി വിക്ടിമിന്റെ വിവരങ്ങൾ കൊടുക്കാണ്ട് തൊട്ട് താഴെ കാണാം വിക്ടിം. ഈ വിക്ടിമിന്റെ ഡീറ്റെയിൽസ് നിർബന്ധമായിട്ട് കൊടുക്കണം. അതിന്
ഈ വിൻഡോയിൽ നിന്നും വിക്ടിം തിരഞ്ഞെടുക്കുക. ഇവിടെ വന്നിട്ട് വീണ്ടും ആഡ് ന്യൂ കൊടുക്കുക. അപ്പോൾ വിക്ടിമിൻ്റെ ഡീറ്റെയിൽസ് ആണ്. വീണ്ടും വിക്ടിമിൻ്റെ ഡീറ്റെയിൽസ് കൃത്യമായി എൻ്റർ ചെയ്യുക. വിക്ടിം എന്ന കോളത്തിൽ എത്തിക്കഴിഞ്ഞാൽ വിക്ടിമിൻ്റെ മൊബൈൽ നമ്പർ, ആധാർ നമ്പർ ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യാം. അത് മാൻഡേറ്ററി അല്ല. പേര് മാൻഡേറ്ററി ആണ്. പേര് കഴിഞ്ഞ് കഴിഞ്ഞാൽ വയസ്സ് അവിടെ എൻ്റർ ചെയ്യുക. പിന്നെ മെയിലാണോ ഫീമെയിലാണോ എന്ന് ചേർക്കുക. പിന്നെ റിലേറ്റീവിൻ്റെ പേര്, അച്ഛൻ്റെയോ വൈഫിൻ്റെയോ മകൻ്റെ പേരുണ്ടെങ്കിൽ ആയത് ചേർക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയം, ഈ അഡ്രസ്സ് ടൈപ്പ് ചെയ്യുമ്പോൾ ഈ രീതിയിൽ തന്നെ ടൈപ്പ് ചെയ്യണം. അത് ഒരു കോളം ഫില്ലായിട്ട് മാത്രമേ ഓരോരോ പേരുകൾ അടിച്ചിട്ട് സ്പേസ് ഇട്ടിട്ട് മാത്രം ഈ രീതിയിൽ വരത്തക്ക വിധം ചെയ്ത് കഴിഞ്ഞാൽ രജിസ്റ്റർ ആവുള്ളൂ. അല്ലെങ്കിൽ അവിടെ എറർ കാണിക്കും. വീണ്ടും സ്റ്റേറ്റ് തിരഞ്ഞെടുക്കുക, അവിടെ ജില്ല തിരഞ്ഞെടുക്കുക, മരിച്ച ആളെ പോലീസ് സ്റ്റേഷൻ തിരഞ്ഞെടുക്കുക. അതിനുശേഷം കാറ്റഗറി എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഈ കാറ്റഗറിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾ എന്ത് ഉദ്യോഗസ്ഥനാണ്, ഗവൺമെൻറ് ഉദ്യോഗസ്ഥനോ അല്ല വേറെ എന്തെങ്കിലും മൈഗ്രൻ്റ് ലേബറോ അങ്ങനെയൊക്കെയാണെങ്കിൽ ആ കാര്യങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം ഇയാൾക്ക് കാഷ്വാലിറ്റി, ഇപ്പോൾ 194 ആണെങ്കിൽ കാഷ്വാലിറ്റി ചെയ്യാം. ഗ്രീവിയസ് ആക്സിഡൻ്റ് ഒക്കെ 338 പോലത്തെ ആക്സിഡൻറ്റ് പറ്റിയതാണെങ്കിൽ ഗ്രീവിയസ് കൊടുക്കാം. മിസ്സിംഗ് പേഴ്സൺ ആണെങ്കിൽ മിസ്സിംഗ് പേഴ്സ് കൊടുക്കുക. ഇതിലൊന്നും പെടാത്ത ഇതാണെങ്കിൽ അതേസ് കൊടുത്താൽ മതി. വീണ്ടും അയാളെ നമുക്ക് പറ്റാവുന്ന വിവരങ്ങൾ ഇതിൽ എൻ്റർ ചെയ്യുക. ഈ പ്രൊഫഷണൽ എന്ത് ഉദ്യോഗസ്ഥനാണോ അല്ലെങ്കിൽ എന്ത് ജോലിയാണോ അയാൾക്ക് നമുക്ക് അറിയാമെങ്കിൽ അത് മാത്രം ഇവിടെ എൻ്റർ ചെയ്യാം. ഇത് മാൻഡേറ്ററി അല്ല. വീണ്ടും ഇത്തരം വിവരങ്ങൾ കൃത്യമായതിനു ശേഷം താഴെ സേവ് ചേഞ്ചസ് എന്ന ബട്ടൺ ഉണ്ടാവുക. അത് ക്ലിക്ക് ചെയ്യുക. ആ വിവരങ്ങൾ കൃത്യമാകുന്നതോടെ വിക്ടിം ഇൻഫോ ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. അവിടെ ഓക്കെ അടിക്കുക. അപ്പോൾ വിക്ടിമിൻ്റെ ഡീറ്റെയിൽസും ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും ഈ വിൻഡോയിൽ ക്രൈം ഡ്രൈവിൻ്റെ വിൻഡോയിൽ 569 എന്ന ക്രൈമിൻ്റെ മേലെ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഈ ക്രൈമിൻ്റെ ഡീറ്റെയിൽസുകൾ മൊത്തം ഇവിടെ കാണാവുന്നതാണ്. ഇതിൽ എല്ലാ ഡീറ്റെയിൽസും കാണാം. ഇനി ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെ ചേർക്കാനുണ്ട്. ഇതിൽ ആയ കോളം എടുത്തിട്ട് ക്രൈം നമ്പർ ആൻഡ് പോലീസ് സെക്ഷൻ എടുത്തിട്ട് വലത് സൈഡിൽ എഡിറ്റ് ബട്ടൺ കാണാം. എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ആരാണോ ഈ കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ അയാളുടെ പേര് അവിടെ എൻ്റർ ചെയ്യുക. ആയതിൻ്റെ വിവരങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറുടെയും അസിസ്റ്റന്റ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറുടെയും പേര് അവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം സേവ് ചേഞ്ചസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് സക്സസ്ഫുള്ളി ആയിട്ട് ഉണ്ട്. വീണ്ടും ഈ 569 എന്ന ക്രൈമിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആയതിൻ്റെ വിവരങ്ങളൊക്കെ ഇതിൽ ലഭ്യമാകുന്നതാണ്. എൻ്റർ ചെയ്ത കേസുകൾ ഇതിൽ കാണണമെങ്കിൽ വീണ്ടും ഈ റെക്കോർഡ്സിൽ വരിക. റെക്കോർഡ്സിൽ വന്നാൽ ക്രൈം റെക്കോർഡ്സ് എടുക്കുക. ക്രൈം റെക്കോർഡ്സ് എടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റർ ചെയ്ത് 569 എന്ന കേസ് അതിൽ എൻ്റർ ആയിട്ടുണ്ട്. ഇതുപോലെ ഓരോ കേസുകളും ചെയ്യേണ്ടതാണ്. ഏതെങ്കിലും കേസിൽ അക്യൂസ്ഡിനെ ആഡ് ചെയ്യുന്ന വിധം വീണ്ടും ഒരു FIR, ഒരു കേസിലേക്ക് ഏതെങ്കിലും ഒരു അക്യൂസ്ഡിനെ ചേർക്കുന്ന വിധം ക്രൈം ഡ്രൈവിൽ ക്രൈം നമ്പർ ക്ലിക്ക് ചെയ്യുക. ക്രൈം നമ്പർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഭാഗത്തേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അക്യൂസ് കാണാം. ഈ അക്യൂസ്ഡ് ഇൻഫർമേഷന്റെ വലത് സൈഡിൽ എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് അക്യൂസ്ഡ് കാണാം. ഈ ആഡ് അക്യൂസ്ഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന വിൻഡോയിൽ ഒരു പ്രതി മറ്റേതെങ്കിലും കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വിവരം അറിയാനാണ് ഇങ്ങനെ വരുന്നത്. ആ നമ്മളെ കേസിലെ പ്രതിയുടെ മൊബൈൽ നമ്പർ അറിയാമെങ്കിൽ അത് എൻ്റർ ചെയ്ത് സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾ മുമ്പ് ഏതെങ്കിലും കേസിൽ പ്രതിയായിട്ടുണ്ടോ എന്നുള്ള വിവരം പെൻ ഡ്രൈവ് ഉടൻ തന്നെ കാണിച്ചു തരും. ഈ പ്രതി മറ്റേതോ കേസിൽ ആയിട്ടുണ്ടെങ്കിൽ വീണ്ടും ആഡ് എന്നുള്ള ബട്ടണാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. പക്ഷെ നമ്മുടെ കേസിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത്
പ്രതിക്ക് മറ്റ് കേസുകളൊന്നും ഇല്ല എങ്കിൽ നമ്മുടെ കേസിലെ പ്രതിയുടെ 3-4 ലെറ്റർ അടിക്കുക. പേരന്റിന്റെ 3-4 ലെറ്റർ, അഡ്രസ്സിന്റെ 3-4 ലെറ്റർ മാത്രം അടിക്കുക. എന്നിട്ട് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ നിന്നും വലത് സൈഡിൽ നമ്മൾ കൊടുത്ത വിവരങ്ങൾ ഏറ്റവും രൂപത്തിൽ അറിയാവുന്ന പ്രതിയാണെങ്കിൽ മാത്രം ആഡ് ചെയ്തെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ വീണ്ടും വന്നിട്ട് ആഡ് ന്യൂ കൊടുക്കുക. ഈ ആഡ് ന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ വിക്ടിമ് ചെയ്ത പോലെ തന്നെ അതേ വിൻഡോയിൽ വരും. പ്രതിയുടെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത ശേഷം താഴെ സേവ് ചേഞ്ചസ് എന്ന ബട്ടൺ ഉണ്ട്. ആ സേവ് ചേഞ്ചസ് അടിച്ചു കഴിഞ്ഞാൽ അക്യൂസിന്റെ വിവരങ്ങളും അതിൽ എൻ്റർ ചെയ്യപ്പെടുന്നതാണ്.